പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം. സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടക്കുകയാണല്ലോ. ഇതുമായി ബന്ധപ്പെട്ട് എന്യൂമറേഷൻ ഫോം ഫില്ല് ചെയ്യുന്ന വിധമാണ് ഈ വീഡിയോയിലൂടെ വിവരിക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരു ഫോമാണ് നിങ്ങൾക്ക് BLO ലഭ്യമാക്കുന്നത്. ഇതിൽ 2 കോപ്പി ഉണ്ടാവും. ഒരു കോപ്പി ഫില്ല് ചെയ്ത് BLOന് തിരിച്ചേൽപ്പിക്കും, ഒരു കോപ്പി ഫില്ല് ചെയ്ത് BLOയിൽ നിന്ന് സൈൻ മേടിച്ച് നിങ്ങൾ കൈവശം വയ്ക്കുകയുമാണ് വേണ്ടത്. ഈ ഫോമിൻ്റെ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്യൂമറേഷൻ ഫോം എന്നുള്ളതിന് താഴെയായി നിങ്ങളുടെ BLOയുടെ ഫോൺ നമ്പർ ലഭ്യമായിട്ടുണ്ടാകും. ആദ്യ ഭാഗത്ത് ജനനതീയതി, ആധാർ നമ്പർ ലഭ്യമാണെങ്കിൽ ആധാർ നമ്പർ, മൊബൈൽ നമ്പർ, പിതാവിൻ്റെ പേര്, പിതാവിൻ്റെ വോട്ടറേഴ്സ് ID നമ്പറാണ് എപ്പിക് നമ്പർ എന്ന് പറയുന്നത്, അത് ലഭ്യമാണെങ്കിൽ മാത്രം എഴുതിയാൽ മതി. മാതാവിൻ്റെ പേര്, മാതാവിൻ്റെയും എപ്പിക് നമ്പർ ലഭ്യമാണെങ്കിൽ എഴുതാം. പങ്കാളി ഉള്ളതാണെങ്കിൽ പങ്കാളിയുടെ പേര്, എപ്പിക് നമ്പർ ലഭ്യമാണെങ്കിൽ എപ്പിക് നമ്പർ, ഇത്രയും എഴുതുക. തുടർന്ന് 2 ഭാഗങ്ങൾ കാണാം. ഇടത് ഭാഗത്ത് അവസാന SIRൻ്റെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ട വോട്ടറുടെ വിശദാംശങ്ങൾ എന്ന് കാണാം. അതിൽ 2002 വോട്ടർ പട്ടിക വെച്ചുകൊണ്ടുള്ള നിങ്ങളുടെ വിശദാംശങ്ങളാണ് എഴുതേണ്ടത്. ഇനി 2002 വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാത്ത അംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിശദാംശങ്ങൾ റൈറ്റ് സൈഡിൽ മുൻകോളത്തിൽ അവസാന SIRൽ പേര് നൽകിയിരിക്കുന്ന വോട്ടറിൻ്റെ ബന്ധുവിൻ്റെ വിശദാംശങ്ങൾ എന്നുള്ളിടത്ത് ആദ്യ ഭാഗത്ത് വോട്ടറുടെ ബന്ധുവിൻ്റെ വിശദാംശങ്ങൾ, അതായത് പിതാവിൻ്റെ, മാതാവിൻ്റെ തുടങ്ങിയ വിവരങ്ങൾ നമ്മൾ നൽകിയല്ലോ. അവരുടെ ആരുടെയെങ്കിലും SIR, അതായത് 2002 വിശദാംശങ്ങൾ ലഭ്യമാണെങ്കിൽ അതാണ് അവിടെ എഴുതി ചേർക്കേണ്ടത്. അവിടെ ആദ്യം പേര്, എപ്പിക് നമ്പർ, അതായത് വോട്ടേഴ്സ് ID നമ്പർ ലഭ്യമാണെങ്കിൽ അത് എഴുതുക. ബന്ധുവിൻ്റെ പേര്, അതായത് ഈ കോളത്തിൽ പേര് നൽകിയിരിക്കുന്ന ആളുടെ മുകളിൽ പേരെന്ന് എഴുതിയെടുത്ത് വോട്ടറുടെ ബന്ധുവിൻ്റെ പേരാണല്ലോ നൽകിയിരിക്കുന്നത്. ആ ബന്ധുവിൻ്റെ വോട്ടേഴ്സ് IDയിൽ കാണിക്കുന്ന ബന്ധം സൂചിപ്പിക്കുന്ന ആളുടെ പേര് നൽകുക. തുടർന്ന് ബന്ധം, പിന്നെ ജില്ലാ, സംസ്ഥാനം, നിയമസഭാ മണ്ഡലത്തിൻ്റെ പേര് ഇതെഴുതി താഴെയായി നിയമസഭാ മണ്ഡലത്തിൻ്റെ നമ്പർ, ഭാഗം നമ്പർ, അതായത് പാർട്ട് നമ്പർ അഥവാ ബൂത്ത് നമ്പർ, ക്രമ നമ്പർ, അതായത് സീരിയൽ നമ്പർ, ഈ 3 വിവരങ്ങൾ നൽകുക. 2002 SIRൽ ഉൾപ്പെട്ടിട്ടുള്ള ആളാണെങ്കിൽ ആദ്യ ഭാഗത്ത്, അതായത് ലെഫ്റ്റ് സൈഡിലുള്ള ഭാഗത്ത് നിയമസഭാ മണ്ഡലത്തിൻ്റെ നമ്പർ, ഭാഗം നമ്പർ, ക്രമ നമ്പർ ഇവ നൽകുക. ഈ 2002 വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾ ലെഫ്റ്റ് സൈഡിൽ വിശദാംശങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിൽ പിന്നെ റൈറ്റ് സൈഡിൽ മുൻ കോളത്തിൽ അവസാന SIRൽ പേര് നൽകിയിരിക്കുന്ന വോട്ടറുടെ ബന്ധുവിൻ്റെ വിശദാംശങ്ങൾ എന്നുള്ള ഭാഗം ഫില്ല് ചെയ്യേണ്ട കാര്യമില്ല. 2002 വിവരങ്ങൾ, SIRലെ വിവരങ്ങൾ കണ്ടെത്തുന്നതിനായി CO കേരള എന്ന സൈറ്റിൽ SIR 2002 എന്നൊരു ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഈ ഭാഗത്തേക്ക് എത്താം. തുടർന്ന് നിങ്ങളുടെ ജില്ല, LAC എന്ന് പറയുന്ന നിയമസഭാ മണ്ഡലം ഇവ തിരഞ്ഞെടുക്കുക. തുടർന്ന് നിങ്ങൾക്ക് പാർട്ട് നമ്പർ, സീരിയൽ നമ്പർ ഇതറിയാമെങ്കിൽ അത് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ പേരിൻ്റെ അന്നത്തെ പേര് പൂർണ്ണമായിട്ടും കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പേരിൽ ചില മാറ്റങ്ങളുണ്ടാകാം. അതുകൊണ്ട് നിങ്ങൾക്ക് ഉറപ്പുള്ള പേരിൻ്റെ ഭാഗം കൊടുക്കുക. അതുപോലെ വീട്ടുപേരിൻ്റെയും ഒരു ഭാഗം അതിൽ എൻ്റർ ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നിങ്ങളുടെ ഡീറ്റെയിൽസ് എടുക്കുവാനായിട്ട് കഴിയും. അതനുസരിച്ച് കണ്ടെത്തുന്ന നിയമസഭാ മണ്ഡലത്തിൻ്റെ നമ്പർ, അത് അന്നത്തെ നമ്പറാണ്, ഭാഗം നമ്പർ, അന്നത്തെ ഭാഗം നമ്പർ, ക്രമ നമ്പർ, ഇത് അതിൽ ലഭ്യമാകും. അതാണ് ലെഫ്റ്റ് സൈഡിൽ 2002 വോട്ടറുടെ വിശദാംശങ്ങൾ, വോട്ടർ പട്ടിക ഉൾപ്പെട്ട വോട്ടറുടെ വിശദാംശങ്ങൾ എന്ന ഭാഗത്ത് ഫില്ല് ചെയ്ത് നൽകേണ്ടത്. ഇത്തരം വിവരങ്ങളാണ് ഈ വീഡിയോയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളെ ഷെയർ ചെയ്യാൻ ആഗ്രഹിച്ചത്. നന്ദി, നമസ്കാരം.